നമസ്കാരം, മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വെട്ടിക്കോട്ട് ചന്ദ്രശേഖരൻ ഓർമ്മയായി. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് കൊമ്പൻ ചരിഞ്ഞത്. മൈനാഗപ്പള്ളിയുടെ ഹൃദയം കവർന്ന കൊമ്പനാണ് ചന്ദ്രശേഖരൻ. മോഷ്ടിച്ച പശുവിനെ കൊന്ന് ഭക്ഷണമാക്കി. കൊല്ലം ചിറക്കര പോളച്ചിറ ജയകൃഷ്ണനാണ് അറസ്റ്റിലായത്. അയൽവാസിയായ ജയപ്രസാദിന്റെ സങ്കരയിനം പശുവിനെയാണ് മോഷ്ടിച്ച് കറിവെച്ചത്. കഞ്ചാവുമായി യുവാവിനെ അറസ്റ്റ് ചെയ്തു. കൊറ്റങ്കര സ്വദേശി ബിൻഷാദാണ് പിടിയിലായത്. റൂറൽ ഡാൻസ് ഓഫ് ടീമും ചൂർനാട് പോലീസും ചേർന്നാണ് ഇയാളെ പിടികൂടിയത്. വിശദമായ വാർത്തകളിലേക്ക്. മൈനാഗപ്പള്ളി വെട്ടിക്കോട്ട് ചന്ദ്രശേഖരൻ ഓർമ്മയായി. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ എഴുന്നള്ളത്തിനായി എത്തിച്ച ചന്ദ്രശേഖരൻ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ചരിഞ്ഞത്. 63ാമത്തെ വയസ്സിലാണ് കൊമ്പൻ ചരിഞ്ഞത്. മൈനാഗപ്പള്ളിയുടെ ഹൃദയം കവർന്ന കൊമ്പനാണ് കഴിഞ്ഞ ദിവസം ചരിഞ്ഞ ചന്ദ്രശേഖരൻ. മൂന്നര പതിറ്റാണ്ടായി വെട്ടിക്കാട് ദേശനാഥന്റെ ഭാഗമായിരുന്നു വെട്ടിക്കാട് ചന്ദ്രശേഖരൻ എന്ന കൊമ്പൻ. പൊക്കത്തിലും തലയെടുപ്പിലും ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ലക്ഷണമൊത്ത ഗജവീരനായിരുന്നു ചന്ദ്രശേഖരൻ. 1988 വെട്ടിക്കാട്ടു ക്ഷേത്രത്തിന്റെ പടികടന്ന് ചന്ദ്രശേഖരൻ എത്തിയത്. ഭക്തജനങ്ങളാണ് ചന്ദ്രശേഖരനെ നടക്കിരുത്തിയത്. അന്ന് 30 വയസ്സായിരുന്നു പ്രായം. നാട്ടിലാകെ നടന്ന് വളരെ കഷ്ടപ്പെട്ടാണ് അന്നത്തെ കാലത്ത് 95,000 രൂപ കരക്കാരും ഭരണസമിതിയും ചേർന്ന് ചന്ദ്രശേഖരന് വേണ്ടി കണ്ടെത്തിയത്. പിന്നീട് അങ്ങോട്ട് നാട്ടിലെ ഭക്തരുടെ ഭാഗമായി കൊമ്പൻ മാറി. ആര് കണ്ടാലും ഒന്ന് പേടിക്കുമെങ്കിലും തീർത്തും ശാന്ത സ്വഭാവമായിരുന്നു. അതിനാൽ ആനക്കമ്പക്കാരുടെ ഹൃദയവും കവർന്നു. തലയെടുപ്പിൽ കേമനായിരുന്നു വെട്ടിക്കാട്ട് ചന്ദ്രശേഖരൻ. തിടമ്പേറ്റാൻ മിക്ക ക്ഷേത്രക്കാരും ക്ഷണിച്ചിരുന്നു. ശബരിമല അയ്യപ്പന്റെ തിടമ്പേറ്റാനും ഭാഗ്യം ലഭിച്ചു. വെട്ടിക്കാട്ട് ഉത്സവത്തിന് ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് ചന്ദ്രശേഖരന്റെ വേർപാട്. സുഖചികിത്സ കഴിഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനായി കഴിയുന്നതിനിടയിൽ 27-നാണ് ചെങ്ങന്നൂരിലേക്ക് കൊണ്ടുപോയത്. 63ാം വയസ്സിൽ അപ്രതീക്ഷിതമായി ചന്ദ്രശേഖരൻ ഓർമ്മയാവുകയായിരുന്നു. വെള്ളിയാഴ്ച രാത്രി തന്നെ ജഡം വെട്ടിക്കാട് ക്ഷേത്രത്തിലെത്തിച്ചു. ശനിയാഴ്ച രാവിലെ വരെ പൊതുദർശനം നടത്തി. തുടർന്ന് നടപടികൾ പൂർത്തീകരിച്ച് കോന്നിയിലെ വനംവകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലത്തേക്ക് സംസ്കരിക്കാനായി കൊണ്ടുപോയി. പ്രദേശത്തെ ആകമാനം കണ്ണീരിലാഴ്ത്തിയാണ് ചന്ദ്രശേഖരൻ മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. UDFന്റെ നേതൃത്വത്തിൽ കരിങ്കൊടി പ്രതിഷേധം നടത്തി. ഗണേഷ് കുമാറിന് ഇടത് സർക്കാരിൽ മന്ത്രിസ്ഥാനം നൽകിയതിൽ പ്രതിഷേധിച്ചായിരുന്നു കരിങ്കൊടി പ്രതിഷേധം നടത്തിയത്. UDF പത്തനാപുരം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്തി ചതിച്ച് ഇടതുമുന്നണി മന്ത്രിസഭയിൽ KB ഗണേഷ് കുമാർ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കരിങ്കൊടി പ്രകടനം നടത്തിയത്. സമാപന സമ്മേളനം KPCC അംഗം CR നജീബ് ഉദ്ഘാടനം ചെയ്തു. ഐക്യ ജനാധിപത്യ മുന്നണി KB ഗണേഷ് കുമാറിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തി സമ്മേളനം നടത്തുകയാണ്. അതിന്റെ കാരണങ്ങളിലൂടെ സൂചിപ്പിച്ച് പലതും. കേരളത്തിലെ ഇന്ത്യയിലെ ജനകീയനായ മുഖ്യമന്ത്രിയെ ഏറ്റവും കൂടുതൽ KB ഗണേഷ് കുമാറിന്റെ കാലഘട്ടത്തിൽ സഹായത്തിനു വേണ്ടി നിന്നിരുന്ന ബഹുമാനീയനും ആദരണീയനുമായ ജനകീയ നായകൻ ശ്രീ ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഗൂഢാലോചന നടത്തി അതിന്റെ പങ്കുപറ്റിയതിന്റെ ഫലമായിട്ടാണ് ഇന്ന് മന്ത്രിസഭയിലേക്ക് കടന്നു വന്നത്. UDF നിയോജക മണ്ഡലം ചെയർമാൻ G രാധാമോഹൻ നേതൃത്വം നൽകി. വികസനം കൊണ്ടുവരുമെന്ന് വാക്കുകളാൽ മാത്രം, വായിക്കൊണ്ട് മാത്രം പറച്ചിൽ മാത്രമേ ജനങ്ങൾക്ക് ഇന്ന് കേൾക്കുവാൻ കഴിയുകയുള്ളൂ. എല്ലാ ഇലക്ഷൻ അടുത്ത് വരുമ്പോഴും അദ്ദേഹം കള്ള കുപ്രചാരണങ്ങൾ നടത്തി ജനങ്ങളുടെ കയ്യിൽ നിന്ന് വോട്ട് വാങ്ങിച്ച് MLA ആയിട്ട് അതിനുശേഷം ഏറ്റവും പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി സാറിനെ സ്വന്തം മകനെ പോലെ കൂടെ കൊണ്ടു നടന്ന അദ്ദേഹത്തിനെ ഒറ്റുകൊടുത്ത് ഒരു യൂദാസിനെ പോലെ ഒറ്റുകൊടുത്തിട്ട് ഇന്ന് CPM-ന്റെ കൂടെ ചേർന്നിരിക്കുകയാണ്. ബാബു മാത്യു, M ഷേഖ് പരീദ്, പള്ളിത്തോപ്പിൽ ഷിബു, സുധീർ മലയിൽ, അഡ്വക്കേറ്റ് TM ബിജു, A അനിൽ,
മഹിളാ കോൺഗ്രസ് നേതാക്കളായ റഹ്മത്ത്, ദിലീപ്, പൊന്നമ്മ ജയൻ, ഗിരിജ, പുന്നല ഷാജഹാൻ, ഷക്കീം, സൂര്യനാഥ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം. പുരസ്കാര വിതരണവും ആദരിക്കലും ഞായറാഴ്ച നടക്കും. മുസ്ലിം എംപ്ലോയീസ് കൾച്ചറൽ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വെറ്റമുക്കിൽ ഉച്ചയ്ക്ക് 2-ന് NK പ്രേമചന്ദ്രൻ MP പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുസ്ലിം എംപ്ലോയീസ് കൾച്ചറൽ അസോസിയേഷൻ കരുനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെറിറ്റ് അവാർഡ്, സ്കോളർഷിപ്പ്, ധനസഹായം എന്നിവയുടെ വിതരണവും ആദരിക്കലും നടത്തും. സമൂഹത്തിലെ പിന്നോക്ക ദളിത് ന്യൂനപക്ഷങ്ങളുടെ സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത്. അത് ഭരണഘടനാപരമായ അനുച്ഛേദങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ ഈ സംഘടന പ്രവർത്തിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസം, ഉദ്യോഗ, തൊഴിൽ മേഖലയിലൂടെ ഈ വിഭാഗങ്ങളെ ശാക്തീകരിക്കുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ 36 വർഷമായിട്ട് ഞങ്ങൾ അതിൽ ചില നേട്ടങ്ങൾ ഉണ്ടാക്കാനും സർക്കാരിൻ്റെ ഈ വിവരങ്ങൾ, പിന്നോക്കക്കാരുടെ അവർക്ക് ഉണ്ടാകുന്ന നീതി നിഷേധങ്ങളുണ്ട് ഇതിൽ. അതൊക്കെ നമ്മളിവിടെ അത് വിവരിക്കുന്നില്ല എങ്കിൽ പോലും അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ മെക്ക കാര്യമായി ഇടപെടുകയും ചില കാര്യങ്ങൾ സർക്കാരുകൾ അത് മനസ്സിലാക്കി കൊടുക്കുകയും ഇപ്പോഴത്തെ നമ്മുടെ 4% ഭിന്നശേഷി സംവരണത്തിൽ പോലും മുസ്ലിം സമുദായത്തിനെ പാടെ അവരുടെ അവരുടെ ടേണുകൾ നിഷേധിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് ഇപ്പം നടത്തിയിരിക്കുന്നത്. ഞായറാഴ്ച 2-ന് വെറ്റമുക്ക് FKM ഓഡിറ്റോറിയത്തിൽ NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്യും. മെക്ക സംസ്ഥാന പ്രസിഡന്റായിരുന്ന കല്ലൂർ H. ബഷീർ കോയ മുസ്ലിയാർ അനുസ്മരണം CR മഹേഷ് MLA നിർവഹിക്കും. മെറിറ്റ് അവാർഡുകൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുൻ സെക്രട്ടറി A. ഷാജഹാനും സ്കോളർഷിപ്പ് സുഹറ ബഷീർ കല്ലൂരും വിതരണം ചെയ്യും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളെ സഹായിക്കുന്നതിനായി കുറ്റിവട്ടം മദ്രസ ഹാളിൽ തുടങ്ങുന്ന സൗജന്യ PSC പരിശീലന ക്ലാസ് താലൂക്ക് ജമാഅത്ത് യൂണിയൻ പ്രസിഡന്റ് വലിയത്ത് ഇബ്രാഹിംകുട്ടി ഉദ്ഘാടനം ചെയ്യും. താലൂക്ക് പ്രസിഡന്റ് K. റഷീദ്, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് MA ലത്തീഫ്, വൈസ് പ്രസിഡന്റുമാരായ A. മഹമ്മൂദ്, M. അബ്ദുൽ സലാം, ജില്ലാ സെക്രട്ടറി A. അബ്ദുൽ സമദ്, അബ്ദുൽ കഹാർ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. ബഹുമുഖ പ്രതിഭകളെ, വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ബഹുമുഖ പ്രതിഭകളെ ആദരിക്കലും സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സൗജന്യ PSC കോച്ചിങ് സെൻ്ററും, അതായത് കുറ്റിവട്ടത്താണ് PSC കോച്ചിങ് സെൻ്റർ ആരംഭിക്കുന്നത്, ജനുവരിയിൽ ആരംഭിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. മോഷ്ടിച്ച പശുവിനെ കൊന്ന് കറിവെച്ചയാളെ പരവൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം ചിറക്കര പോളച്ചിറ സ്വദേശി ജയകൃഷ്ണനാണ് അറസ്റ്റിലായത്. അയൽവാസിയായ ജയപ്രസാദിന്റെ 2 വയസ്സ് പ്രായമുള്ള സങ്കരയിനം പശുവിനെയാണ് പ്രതി മോഷ്ടിച്ചത്. ഇന്ന് രാവിലെ ഈ പശുവിൻ്റെ ഉടമസ്ഥൻ ജയപ്രസാദ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ പശുവിനെ കാണാനില്ല, നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് അവിടെ സാറിനെ കെട്ടിക്കൊന്നും കാണുന്നില്ല. അങ്ങനെ ഞാനും അദ്ദേഹം കൂടെ ഈ പശുവിൻ്റെ കുളമ്പ് നടത്തിക്കൊണ്ട് പോയേക്കുന്ന ഭാഗത്ത് നോക്കി ഈ മരത്തടിയൊക്കെ തിന്നേക്കുന്നു. അങ്ങനെ നടന്നു വന്നപ്പോൾ ഇവിടം വരെയാണ്, ഈ വീടിൻ്റെ പരിസരത്ത് വരെ എൻ്റെ കുളമ്പിൻ്റെ പാട് കണ്ടു. അങ്ങനെ തുറന്നു നോക്കിയപ്പോഴത്തേക്കാണ് ഇങ്ങനെ എന്നെ കൊന്നിട്ടേക്കുന്നതായിട്ട് കണ്ടേക്കുന്നത്. അങ്ങനെ അത് തന്നെ അവരും പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു. അതിനു മുമ്പ് തന്നെ പോലീസ് ഈ സംഭവം അറിഞ്ഞിരിക്കുന്നതാണ് തോന്നുന്നത്. അപ്പം പിന്നെ ബാക്കി നടപടികളെല്ലാം പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ മൊഴി കൊടുത്തു. കാര്യങ്ങളായി. ഇവനെ കസ്റ്റഡി, ജയകൃഷ്ണൻ എന്ന് പറഞ്ഞവനെയും ഭാര്യയും കസ്റ്റഡിയിലെടുത്തു. അയൽവാസിയായ പോളച്ചിറ പൊന്നൂസ് ബിൽഡിംഗിൽ ജയപ്രസാദിന്റെ 2 വയസ്സ് പ്രായമുള്ള സങ്കരയിനം പശുവിനെയാണ് പ്രതി മോഷ്ടിച്ചത്. വീടിന് സമീപം കെട്ടിയിരുന്ന 2 പശുക്കളിലൊന്നിനെ മോഷ്ടിച്ചുകൊണ്ട് 100 മീറ്ററോളം ദൂരെയുള്ള തന്റെ വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിനുള്ളിൽ കയറ്റി അടുക്കളയിൽ വെച്ച് ചുറ്റിക കൊണ്ട് തലക്കടിച്ചും വെട്ടിയും കുത്തിയും കൊന്ന ശേഷം തുടയിൽ നിന്നും നെഞ്ചിൽ നിന്നും മുൻകാലുകളിലൊന്നിന്റെ ഷോൾഡറിൽ നിന്നും മാംസം വെട്ടിയെടുത്ത് കറിവെച്ച് തിന്നുകയായിരുന്നുവെന്നാണ് കേസ്. പശുവിന്റെ ബാക്കി ശരീരഭാഗം വീട്ടിൽ തന്നെ സൂക്ഷിക്കുകയും ചെയ്തു. ഇതാണ് പ്രതി ജയകൃഷ്ണൻ കേസിൽ കുടുങ്ങാൻ ഇടയാക്കിയതും. നാട്ടുകാരനായ ഒരു യുവാവിനെ ഫോണിൽ വിളിച്ച് കുറച്ച് പന്നിയിറച്ചി കിട്ടിയിട്ടുണ്ട്, വന്നാൽ അതിലൊരു പങ്ക് കൊണ്ടുപോകാമെന്നും പറഞ്ഞു. സ്ഥലത്തെത്തിയ യുവാവ് കണ്ടത് നടുക്കുന്ന കാഴ്ചയായിരുന്നു. പശുവിനെ കൊന്ന് പല ഭാഗങ്ങളിൽ നിന്ന് മാംസം വെട്ടിയെടുത്ത നിലയിലായിരുന്നു. ഉടൻ തന്നെ പുറത്തുപോയ യുവാവ് പോലീസ് കൺട്രോൾ റൂമിൽ വിവരം വിളിച്ചറിയിച്ചു. രാവിലെ പശുവിനെ പരിചരിക്കുന്ന സ്ത്രീ എത്തിയപ്പോൾ പശുവിനെ കാണുവാനില്ലായിരുന്നു. പശുവിന്റെ ഉടമയെ വിവരമറിയിച്ചതിനെ തുടർന്ന് ഇരുവരും പശുവിന്റെ കാൽപ്പാടുകൾ പിന്തുടർന്നെത്തിയത് ജയകൃഷ്ണന്റെ വീട്ടിലായിരുന്നു. പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പരവൂർ പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തു. പരവൂർ CI A. നിസാർ, SI CV വിജയകുമാർ, ACPO നെൽസൺ, സയന്റിഫിക് ഓഫീസർ രാഹുൽ രാജ്, ഫോട്ടോഗ്രാഫർ മോഹൻ എന്നിവർ സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് തയ്യാറാക്കി തെളിവുകൾ ശേഖരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ പരിചയപ്പെടുത്തുന്ന വികസിത ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് കൃഷ്ണപുരത്ത് വരവേൽപ്പ് നൽകി. ഇതോടനുബന്ധിച്ച് ഉജ്ജൽ യോജന പാചകവാതക കണക്ഷൻ വിതരണം, മുദ്ര കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്നിവയുമായി ബന്ധപ്പെട്ട വായ്പകളുടെ വിതരണം എന്നിവയും നടത്തി. 2047 വികസിത ഇന്ത്യ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമെന്നും
മാതൃരാജ്യത്തിന്റെ മണ്ണ് കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വികസിത സങ്കല്പ യാത്രയ്ക്ക് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ സ്വീകരണം നൽകി. ഗ്രാമപഞ്ചായത്ത് അംഗം പാറയിൽ രാധാകൃഷ്ണൻ വികസിത സങ്കല്പ യാത്രയുടെ ഭാഗമായി നടത്തിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്ന ജനപ്രിയ പദ്ധതികൾ ആത്മാർത്ഥമായി, സുതാര്യമായി, സത്യസന്ധമായി ജനങ്ങളിൽ എത്തണം. ആഗ്രഹത്തിലും അഭിലാഷത്തിലും ആണ് ഈ പരിപാടി കേന്ദ്ര ഗവൺമെന്റ് സംഘടിപ്പിച്ചത്. ഇതൊരു രാഷ്ട്രീയ പരിപാടിയാണ്. ഞാനിവിടെ നിൽക്കുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ അംഗം എന്ന നിലയിൽ, BJP-കാരൻ എന്നുള്ള നിലയിൽ. ഇവിടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ പങ്കെടുക്കുന്നത് വന്നത് ഇത് മുഴുവൻ ജനങ്ങൾക്കും ഉപകാരപ്രദമാകണം എന്ന് ചിന്തിച്ച് കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാക്കിയിട്ടുള്ള ഭാരതത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ, നമ്മുടെ കേരളത്തിലും എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഈ വികസിത ഭാരത സങ്കല്പ യാത്ര എത്തുന്നു. അവിടെ വെച്ച് നിരവധി ആൾക്കാർക്ക് നമ്മുടെ ഈ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും. കേരള ഗ്രാമീൺ ബാങ്ക് ചീഫ് മാനേജർ സുരാജി ദത്ത് അധ്യക്ഷത വഹിച്ചു. യാത്രയുടെ ഭാഗമായി പ്രധാനമന്ത്രിയുടെ സന്ദേശം LED സ്ക്രീനിൽ പ്രദർശിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മണത്തിൽ ബിജു, ശരത് കുമാർ പാട്ടത്തിൽ, ശ്രീലത ജ്യോതികുമാർ, പഞ്ചായത്ത് സെക്രട്ടറി സബീന, അസിസ്റ്റന്റ് സെക്രട്ടറി രാജഗോപാൽ, R ശശികുമാർ, ജയചന്ദ്രൻ, ലേഖ, രേഷ്മ, പാലമുറ്റത്ത് വിജയകുമാർ, മോനിഷ, സി ദേവാനന്ദ, മാരുതി ഗോപാലകൃഷ്ണൻ, കണ്ണൻ, ജയൻ, പ്രശാന്ത്, SK രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വിവിധ ഇൻഷുറൻസ് പദ്ധതികളിൽ പ്രദേശവാസികളെ ഗുണഭോക്താക്കളാക്കി. ഇതോടൊപ്പം വിവിധങ്ങളായ സേവന പദ്ധതികൾ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. കഞ്ചാവുമായി യുവാവിനെ അറസ്റ്റ് ചെയ്തു. കൊറ്റങ്കര സ്വദേശി ബിൻഷാദാണ് പിടിയിലായത്. റൂറൽ ഡാൻസ് ഓഫ് ടീമും ശൂരനാട് പോലീസും ചേർന്നാണ് ഇയാളെ പിടികൂടിയത്. ശൂരനാട് കുമരഞ്ചിറ UP സ്കൂളിന് സമീപത്തു നിന്നുമാണ് 1.350 കിലോ കഞ്ചാവുമായി യുവാവിനെ അറസ്റ്റ് ചെയ്തത്. കൊറ്റങ്കര ഭീമാ മൻസിലിൽ 29കാരനായ ബിൻഷാദിനെയാണ് കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് ടീമും ശൂരനാട് പോലീസും ചേർന്ന് പിടികൂടിയത്. കൊല്ലം റൂറൽ SP സാബു മാത്യുവിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലം റൂറൽ അഡീഷണൽ SP പ്രതാപൻ നായരുടെ നേതൃത്വത്തിൽ ശാസ്താംകോട്ട DYSP S ഷെരീഫ്, ഡാൻസ് ഓഫ് SI ജ്യോതിഷ് ചിറവൂർ, SI ബിജു ഹക്ക, CPOമാരായ സജു, അഭിലാഷ്, വിപിൻ ക്ലീറ്റസ്, ശൂർനാട് SI ദീപു എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. കരുനാഗപ്പള്ളി ഇടക്കുളങ്ങര പുലിയൂർ വഞ്ചി ജനകീയ ലൈബ്രറി ആൻഡ് ആർട്സ് ക്ലബിന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് ഗ്രാമോത്സവവും നടത്തി. CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ഇടക്കുളങ്ങര പുലിയൂർ വഞ്ച് ജനകീയ ലൈബ്രറി ആൻഡ് ആർട്സ് ക്ലബിന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് ഗ്രാമോത്സവവും നടത്തി. CR മഹേഷ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. പ്രാധാന്യവും പിന്തുണയും സംഭാവനയും ഈ പറയുന്ന വായനശാലകൾക്കും സാംസ്കാരിക പ്രസ്ഥാനങ്ങൾക്കും ക്ലബ്ബുകൾക്കും കിട്ടാറില്ല. പക്ഷേ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിൽ ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ഗോത്രത്തിന്റെയും ഒക്കെ പേരിൽ ആരാധനാലയങ്ങൾ പോലും മനുഷ്യന് മുമ്പിൽ അടയ്ക്കപ്പെട്ടപ്പോൾ എല്ലാ വിഭാഗം ആളുകൾക്കും അഭിമാനത്തോടുകൂടി കയറി ചെല്ലുവാനും അവിടുത്തെ ഒടിഞ്ഞു വീടാറായ ബെഞ്ചിലിരുന്ന് ചിതലരിച്ച ചില്ലട്ട അലമാരയിലെ ചിതലരിച്ച പുസ്തകത്താളുകൾ എടുത്ത് വായിക്കുവാനും ആ വായനയിൽ നിന്നും ആർജിച്ചെടുത്ത ഊർജം നാടിന്റെ നവീകരണ പ്രക്രിയയിൽ അന്നത്തെ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഉപയോഗിക്കാനും ഒക്കെ കാരണമായത് കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ പ്രവർത്തിക്കുന്ന ജനകീയ ലൈബ്രറി പോലെയുള്ള വായനശാലകളും ക്ലബ്ബുകളും സാംസ്കാരിക പ്രസ്ഥാനങ്ങളുമാണ്. S സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി SK അനിൽ സ്വാഗതം പറഞ്ഞു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി V വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ്തി രവീന്ദ്രൻ SSLC അവാർഡ് ദാനം നിർവഹിച്ചു. തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രൻ +2 അവാർഡ് ദാനവും നിർവഹിച്ചു. C ജയചന്ദ്രൻ, ജസീന ഷാജി, മുൻഷി രഞ്ജിത്ത്, സതീഷ് വാസനം തുടങ്ങിയവർ പങ്കെടുത്തു. നേരത്തെ കണ്ട നാടകത്തിന് പറ്റിയ അബദ്ധം മാറി ഇത് ഏതെങ്കിലുമൊക്കെ നല്ല രീതിയിൽ നമുക്ക് സന്ദേശം തരുന്നെങ്കിൽ ആവട്ടെ എന്നുള്ള സന്തോഷമുണ്ട്. ഇവിടെ ജനകീയ ലൈബ്രറി, ജനകീയ എന്ന പേരിൽ 43 വർഷമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ജനങ്ങളാണ് ഇതിന്റെ പിന്തുണ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. ആ ജനകീയ പിന്തുണ എല്ലാ കാര്യത്തിലും ഉണ്ട് എന്നുള്ളതും ഇവിടുത്തെ എല്ലാവരും പറഞ്ഞാലെന്ന് മനസ്സിലായി. ഇപ്പൊ ഒരു കെട്ടിടം നിർമ്മിച്ചു, അല്ല ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനമെടുത്തു. ഇതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ. നമ്മൾ മൂലം നമ്മളും വീട്ടുകാരും മാത്രമേ ചിന്തിച്ച് സന്തോഷിച്ചാൽ മതിയോ? കരുനാഗപ്പള്ളി മാർക്കറ്റിലെ ഫ്രൂട്ട്സ് വീട്ടിനകത്ത് വാങ്ങിച്ച് വെച്ചുകൊണ്ട് കഴിച്ചാൽ മതിയോ? അല്ലെങ്കിൽ എവിടെന്നെങ്കിലും കിട്ടുന്ന കുഴിമദ്യം വാങ്ങിച്ച് തനിയിരുന്ന് കഴിച്ചാൽ മതിയോ? നമ്മൾ മൂലം മറ്റുള്ള ആരെങ്കിലും ഒക്കെ സന്തോഷിക്കണ്ടേ? അതുകൊണ്ട് നമ്മളെ കിട്ടുന്ന കുറച്ച് സമയവും
കുറച്ച് പണവും മറ്റു കാര്യങ്ങൾ കൂടെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടാവും. എല്ലാവരും സന്തോഷിച്ചിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ മാത്രം സന്തോഷിച്ചിരിക്കുന്നത് അത്ര നല്ലതല്ല. ഇതോടനുബന്ധിച്ച് നടന്ന വനിതോത്സവത്തിൽ വനിതകളുടെ വടംവലിയും നടത്തി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഓച്ചിറ ഞക്കനാൽ തുമ്പിളിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ പറക്കെഴുന്നള്ളിപ്പിന് തുടക്കമായി. ക്ഷേത്രത്തിൽ ഫെബ്രുവരി 1 ഉത്സവത്തിന് കൊടിയേറും. ഓച്ചിറ കൃഷ്ണപുരം തുമ്പിളിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലാണ് പറക്കെഴുന്നള്ളത്തിന് തുടക്കമായത്. കഴിഞ്ഞ ദിവസം രാവിലെ 8-നും 9:50-നും മധ്യേ കൈനീട്ടപ്പറ നടന്നു. തുടർന്ന് വീടുകളിൽ പറക്കെഴുന്നള്ളത്ത് ആരംഭിച്ചു. തന്ത്രി ചെന്നിത്തലം പുത്തില്ലം നാരായണൻ നമ്പൂതിരി, മേൽശാന്തി രാജൻ ശാന്തി എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ക്ഷേത്ര ചടങ്ങുകൾ നടന്നുവരുന്നത്. ആലപ്പുഴ, കൊല്ലം ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിലായാണ് ക്ഷേത്രത്തിൽ പറയെടുപ്പ് നടക്കുക. ക്ഷേത്രത്തിൽ ഉത്സവത്തിന് ഫെബ്രുവരി 1 കൊടിയേറും. 10 ഉത്സവം സമാപിക്കും. 1 രാവിലെ 6:30-നും 7-8-നും മധ്യയാണ് കൊടിയേറ്റ്. തുടർന്ന് വേലമ്പാട്ട, ശ്രീഭൂതബലിയും വിളക്കും എന്നിവ നടക്കും. വിശേഷാൽ പൂജകളും ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് കെ ശശിധരൻ, സെക്രട്ടറി കെ പുരുഷോത്തമൻ, ഖജാൻജി ടി കെ മോഹനൻ, എസ് മുരളീധരൻ തുടങ്ങിയവരാണ് പറയെടുപ്പിനും ഉത്സവ ചടങ്ങുകൾക്കും നേതൃത്വം നൽകുക. തുമ്പിളിൽ ശ്രീ ഭദ്രകാളി ഭഗവതി ക്ഷേത്രത്തിലെ പറ ആരംഭമാണ്. 2023 ഡിസംബർ 29-ാം തീയതിയോട് ഉത്സവം ആരംഭിക്കുകയാണ്. ഇത് ആദ്യത്തെ ദിവസം കൊച്ചുമുറി തൊട്ട് തുടക്കമാണ്. ഫെബ്രുവരി 10-ാം തീയതി വരെയാണ് ഉത്സവം. ഈ ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ ഭക്തജനങ്ങളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, ദേവിക്ക് പറകൾ നൽകി ഞങ്ങളുടെ അമ്പലത്തിൻ്റെ ഉത്സവം വളരെ മംഗളമാക്കി തരണമെന്ന് എല്ലാവരോടും പ്രത്യേകം അറിയിച്ചുകൊള്ളുന്നു. ജീവിതയും കൊണ്ട് എഴുന്നള്ളി അവനവൻ്റെ ഭവനങ്ങളിൽ വരുമ്പോൾ വളരെ ഭക്തിയെ ആദരവോടുകൂടി അമ്മയെ സ്വീകരിക്കുകയും അമ്മയ്ക്ക് വേണ്ട കാഴ്ചകൾ, ദ്രവ്യങ്ങൾ സമർപ്പിക്കുകയും ചെയ്താൽ ജീവിതകാലം മൊത്തം അവനവൻ്റെ കുടുംബങ്ങളിൽ സമ്പൽ സമൃദ്ധിയും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്ന് വളരെ അനുഭവസ്ഥരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നാട്ടുകാർക്കും അറിയാവുന്ന കാര്യമാണ്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പ്രധാന വാർത്തകൾ വീണ്ടും. വെട്ടിക്കോട്ട് ചന്ദ്രശേഖരൻ ഓർമ്മയായി. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് കൊമ്പൻ ചരിഞ്ഞത്. മൈനാഗപ്പള്ളിയുടെ ഹൃദയം കവർന്ന കൊമ്പനാണ് ചന്ദ്രശേഖരൻ. മോഷ്ടിച്ച പശുവിനെ കൊന്ന് ഭക്ഷണമാക്കി. കൊല്ലം ചിറക്കര പോളച്ചിറ ജയകൃഷ്ണനാണ് അറസ്റ്റിലായത്. അയൽവാസിയായ ജയപ്രസാദിന്റെ സങ്കരയിനം പശുവിനെയാണ് മോഷ്ടിച്ച് കറിവെച്ചത്. കഞ്ചാവുമായി യുവാവിനെ അറസ്റ്റ് ചെയ്തു. കൊറ്റങ്കര സ്വദേശി ബിൻഷാദാണ് പിടിയിലായത്. റൂറൽ ഡാൻസ് ഓഫ് ടീമും ചൂർനാട് പോലീസും ചേർന്നാണ് ഇയാളെ പിടികൂടിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. സൗത്ത് വോയിസ് കൊല്ലം ജില്ലയിൽ തുടങ്ങുന്ന കേരള വിഷൻ ജില്ലാ ഡിസ്ട്രിബ്യൂഷനിലേക്കും ജില്ലാ ചാനലിലേക്കും ജില്ലയിലെ വിവിധ പ്രാദേശിക കേന്ദ്രങ്ങളിലായി ആരംഭിക്കുന്ന കൺസ്യൂമർ സ്റ്റോറുകളിലേക്കും താഴെ പറയുന്ന വിഭാഗത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. റിസപ്ഷനിസ്റ്റ്, ജനറൽ മാനേജർ, ടാക്സ് ഓർ ലീഗൽ അഡ്വൈസർ, ഓഫീസ് സെക്രട്ടറി, ഓഫീസ് സ്റ്റാഫ്, അക്കൗണ്ടന്റ്, സെയിൽസ് മാനേജർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഫീൽഡ് സ്റ്റാഫ്, സ്റ്റോർ കീപ്പർ, ചാനൽ പ്രോഗ്രാം ഷെഡ്യൂളർ, കൺട്രോൾ റൂം ടെക്നീഷ്യൻ, വീഡിയോ എഡിറ്റർ, ക്യാമറാമാൻ, ന്യൂസ് എഡിറ്റർ, പ്രോഗ്രാം പ്രൊഡ്യൂസർ, പ്രോഗ്രാം ആങ്കർ, ഡ്രൈവർ. മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ ചാനലിലെ സ്ക്രോളിംഗ് പരസ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു വിവരങ്ങൾക്ക് 7025017405